മാറാകട്ടെ. ഇന്നത്തെ നമ്മളുടെ തിരുവചന ധ്യാനത്തിന് വേണ്ടി രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. പ്രിയ ആനി സിസ്റ്റർ ആ വേദഭാഗം നമ്മെ വായിച്ച് കേൾപ്പിക്കുന്നതാണ്. റൂത്ത് 1:16-22. രൂത്ത് 1:16 മുതൽ 22 വരെയുള്ള അതിന് രൂത്ത് നിന്നെ വിട്ടുപിടിക്കുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോകും, പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. എന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് സംസ്കരിക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിടിച്ചാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരുന്നെന്ന് കണ്ടപ്പോൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. അവർ ബേത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. അവൾ നവോമി ഈ ജനം പറഞ്ഞു. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല, മാറ എന്നെ വിളിപ്പിക്കും. സർവശക്തൻ എന്നോട് ഏറ്റവും കൈപ്പായുള്ളത് ഇറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരും. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? ഇങ്ങനെ നവോമി മോവാബ് ദേശത്തു കൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബിയ സ്ത്രീയായി മടങ്ങി വന്നു. അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബേത്ലഹേമിൽ. For our meditation this morning, let us turn to Ruth chapter 1, verses 16-22. But Ruth said, "Do not urge me to leave you or to return from following you. For where you go, I will go, and where you lodge, I will lodge. Your people shall be my people, and your God my God. Where you die, I will die, and there will I be buried. May the Lord do so to me, and more also, if anything but death parts me from you." And when Naomi saw that she was determined to go with her, she said no more. So the two of them went on until they came to Bethlehem. And when they came to Bethlehem, the whole town was stirred because of them. And the woman said, "Is this Naomi?" She said to them, "Do not call me Naomi, call me Mara, for the Almighty has dealt very bitterly with me. I went away full, and the Lord has brought me back empty. Why call me Naomi when the Lord has testified against me, and the Almighty has brought calamity upon us?" So Naomi returned, and Ruth the Moabite, her daughter-in-law, with her, who returned from the country of Moab. And they came to Bethlehem at the beginning of barley harvest. സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന 2 ഗ്രന്ഥങ്ങളിൽ വളരെ ആകർഷകമായ മനോഹരമായ ഒരു ഗ്രന്ഥമാണ് രൂത്തിന്റെ പുസ്തകമെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. We've already thought about how Ruth is one of the 2 books attributed to a woman's name, and this being out of the 2 more pleasant and more heart-touching and attractive. ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു സവിശേഷത കഴിഞ്ഞ ആഴ്ച ഓർപ്പിക്കുകയുണ്ടായി. ജീനിയോളജിയോടുകൂടെ വംശാവലിയോടുകൂടെ അവസാനിക്കുന്ന ബൈബിളിലെ ഒരേ ഒരു ഗ്രന്ഥമാണ് ഈ ചെറുപുസ്തകം. We also noted that this is one of the books, the only book that ends with a genealogy. 4 അധ്യായങ്ങളുള്ള 80-85 വാക്യങ്ങളുള്ള ഒരു ചെറുഗ്രന്ഥം എന്തുകൊണ്ട് ഇതുപോലൊരു ജീനിയോളജി ചേർത്തു എന്നുള്ളത് ന്യായമായൊരു ക്വസ്റ്റ്യനാണ്. It is a reasonable question to ask, why is it that this short book that has 4 chapters and about 80-85 verses, why does it have a genealogy? സാധാരണഗതിയിൽ ഒരു വായനക്കാരൻ ജീനിയോളജി വായിക്കാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. It is a reality that readers usually don't read genealogies. അങ്ങനെ അവോയ്ഡ് ചെയ്യാവുന്ന ഒരു ചെറിയ ജീനിയോളജി എന്തുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ ചേർത്തിരിക്കുന്നു? A genealogy that can be avoided while reading, why is it that it is included here in this book? പ്രത്യേകിച്ച് ഈ ജീനിയോളജി അവസാനിപ്പിച്ചിരിക്കുന്നത് ദാവീദിൻ്റെ പേര് ചേർത്തുകൊണ്ടാണ്.
Particularly, this genealogy ends by noting the name of David. ഇവിടെ രൂത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേലിലെ ആദരണീയനായ രാജാവിൻ്റെ മുത്തശ്ശി എന്നുള്ള നിലയിൽ, ഒരു വലിയ വല്യമ്മച്ചി എന്നുള്ള നിലയിൽ രൂത്തിനെ മനോഹരമായി ഗ്രന്ഥകാരൻ അവിടെ അവതരിപ്പിക്കുകയാണ്. Here we can consider Ruth to be of such glory, especially because she is conveyed here as the great grandmother of David. അങ്ങനെ ദാവീദിൻ്റെ തലമുറയിൽ പിന്നാലെ ജനിക്കാനിരിക്കുന്ന ലോകത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ മുത്തശ്ശി എന്നുള്ള നിലയിലും രൂത്തിനെ ഇവിടെ അവരോധിക്കുകയാണ്. Here also Ruth is presented as one, especially gloriously, because Jesus, who is part of the generation of David, who will be the savior of the world, Ruth is even the great grandmother of Jesus. മോവാബ്യ ദേശത്ത് വിസ്മൃതിയിൽ ആണ്ടുപോയേക്കാമായിരുന്ന ഒരു സ്ത്രീയെ സർവകാലത്തും സർവ്വലോകത്തിലും സ്മരിക്കപ്പെടുവാൻ ഇടയാകുന്നു എന്നുള്ളത് ഇന്നും വളരെ വിസ്മയകരമായ, അത്ഭുതകരമായ, ആശ്ചര്യകരമായ ഒരു യാഥാർത്ഥ്യമാണ്. A woman who could have easily been left on the sidelines or marginalized in the city of Moab. It is very interesting to know that such a woman, an individual, is well known all around the world today. നിങ്ങൾ മനസ്സിരുത്തി വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ രൂത്തിനെ പോലെ തന്നെ എലീമേലെക്കിൻ്റെ ഭവനത്തിലേക്ക് വന്ന ഓർപ്പയുടെ ചരിത്രം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അവസാനിക്കുകയാണ്. If we read intently into this book of Ruth, another person who came into the house of Elimelech, Orpah, her story ends at verse 14 of chapter 1. അമ്മായിയമ്മയെ ചുംബിച്ച്, രൂത്തിനെയും ചുംബിച്ച് പൊട്ടിക്കരഞ്ഞ് കണ്ണുനീർ തുടച്ചുകൊണ്ട് സ്വന്തം ഭവനത്തിലേക്കും ദേവൻ്റെ അടുക്കിലേക്കും മടങ്ങിപ്പോയ ആ ഓർപ്പ നമ്മുടെ ഭാവനയിൽ വരുന്നുണ്ട്. Orpah comes to our imagination, our mind this morning, as one who has hugged and kissed Ruth and her mother-in-law and wept aloud and went back to her nation and her God. എന്നാൽ രൂത്തിൻ്റെ കഥ അവിടെ അവസാനിക്കാമായിരുന്നു. എന്നാൽ രൂത്തിൻ്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കഥയുടെ ആ ടേണിംഗ് പോയിന്റ്, അതിൻ്റെ മൈൽ സ്റ്റോൺ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. We can say that the milestone or the turning point of this story is that Ruth's story, however, does not end there as Orpah's did. കരഞ്ഞുകൊണ്ട് കണ്ണുനീരും തുടച്ച് മടങ്ങിപ്പോകുന്ന ഓർപ്പയ്ക്ക് ഒരു കമ്പനി കൊടുക്കാം എന്ന് വിചാരിച്ച് വേണമെങ്കിൽ അവൾക്കും മടങ്ങിപ്പോകാമായിരുന്നു. പക്ഷേ രൂത്ത് അങ്ങനെ ചെയ്തില്ല. Ruth could have certainly accompanied Orpah, especially when she was in the state that she was in, crying aloud and wanting and going back. She could have accompanied her, but she decided not to. ഓർപ്പയെ രണ്ട് കരങ്ങളും നീട്ടി വീട്ടിൽ സ്വാഗതം ചെയ്യാൻ സ്നേഹനിധികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ അവളുടെ വീട്ടിൽ കാത്തിരിക്കുന്നത് പോലെ രൂത്തിനെയും രണ്ട് കരങ്ങൾ നീട്ടി ചുംബിച്ച് സ്വീകരിക്കാനായി രൂത്തിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും അവിടെ കാത്തിരിക്കുകയാണ് എന്നുള്ളതും നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. We can also think that as Orpah is about to be welcomed by her parents and her siblings in her own home, in her own land, so
is the case with Ruth if she returned for her parents and her siblings and her land to welcome her back. ഒരിക്കലും പരിചയമില്ലാത്ത ഒരു അന്യദേശത്തേക്ക് വിധവയായ ഒരു സ്ത്രീയോടുകൂടെ പോകാം എന്ന് തീരുമാനിക്കുന്നത് നിശ്ചയമായും ഒരു ബുദ്ധികേടാണ് എന്ന് അവളെ പരിചയമുള്ള ഒരു 99% ആൾക്കാരും മനസ്സിലാക്കി കൊടുത്ത് കാണും, കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കാണും. പക്ഷേ ആ ശ്രമമൊക്കെ പരാജയപ്പെടുകയാണ് ചെയ്തത്. Certainly 99% of people could have tried to convince Ruth of her unwise decision or nonsensical decision to go back to a land that she does not know, and with a widow, many could have tried to convince her. ഏതാണ്ട് 12 വർഷത്തെ ചരിത്രമാണ് ഈ 4 അധ്യായങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നത്. ആ 12 വർഷത്തെ ഒരു 10-12 വർഷത്തിന് ശേഷം ഈ വിധവയായ ഈ സ്ത്രീ നവോമി സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിയാണ്. അവളോടൊപ്പം പോയേക്കാം എന്ന് വിചാരിക്കുന്നത് സാധാരണഗതിയിൽ വയസ്സായ ഒരു ഡിസിഷനായി ആർക്കും തന്നെ തോന്നിയില്ല. Here in these 4 chapters of Ruth are hidden 10 to 12 years of history, and here after 10 to 12 years here Naomi is deciding to go back to her land as a widow, to go back with her, to accompany her. Really, a majority of people would not think that as a wise decision. മോവാബും ബേത്ലഹേമും തമ്മിലുള്ളതായ ഡിസ്റ്റൻസ് ഏതാണ്ട് 60 മൈൽ വരും. 60 മൈൽ യാത്ര കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ 3-4 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ജേർണിയാണ്. As we noted last week, the distance between Bethlehem and Moab is about 60 miles, which is around 3 or 4 days journey, continuous journey. ഇവളുടെ രൂപത്തിന് മുമ്പിൽ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ വിധവയെ ഒറ്റയ്ക്ക് വിടുക, അമ്മായിയമ്മയെ ഒറ്റയ്ക്ക് വിടുക, 3-4 ദിവസം ആ വയോധികയായ സ്ത്രീ തനിച്ച് യാത്ര ചെയ്ത് മടങ്ങി വീട്ടിൽ പോകട്ടെ, അല്ലെങ്കിൽ അവളോടൊപ്പം ഒരു സഖിയായി പോകുക. Here Ruth only has 2 options, either to send her mother-in-law, who is a widow, alone for 3 or 4 days journey to Moab, back to her home as an elderly woman, or to go with her to her land. നവോമി എന്ന പേരിന് സ്വീറ്റ്നസ് എന്നാണ് അർത്ഥം. രൂത്ത് എന്ന പേരിന് കമ്പാനിയൻ അല്ലെങ്കിൽ സഖി എന്നാണ് അർത്ഥം. ഇവിടെ സ്വീറ്റ്നസ് അഥവാ മധുരം എന്ന സ്ത്രീയും കമ്പാനിയൻ അഥവാ സഖി എന്ന സ്ത്രീയും കൂടെ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. ആ യാത്രയൊന്ന് കാണുക. മധുരവും സഖിയും കൂടെ ഒന്നിച്ച് ഒരു യാത്ര. The meaning of the name Naomi is sweetness. The meaning of the name Ruth is companion. Envision this morning that both sweetness and companion are journeying together to this land. ഇവിടെ രൂത്ത് യാത്ര ചെയ്യുമ്പോൾ ഓർമ്മയിൽ വരുന്നത് അബ്രഹാമിനെയാണ്. അബ്രഹാമിനോട് പറയുന്നു ദൈവം അബ്രഹാമിനോട് ഇങ്ങനെ പറയുന്നു, നീ നിന്റെ ദേശക്കാരെ, ചാർച്ചക്കാരെ, പിതൃഭവനത്തെ വിട്ട് പോക. ഏതാണ്ട് അതേപോലെ ഒരു സന്ദേശം അവൾ കേട്ടുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. At this point, we can recollect what God said to Abraham to leave his household, his land, his father's house, and to depart and go to a different land. A same kind of an experience is noted here with Ruth. ഇന്ന് അതിമനോഹരമായ ഒരു ലെസൺ നാം ഈ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ആ സത്യം ആ ലെസൺ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ലെസണിലേക്ക് നമുക്ക് പ്രവേശിക്കാം. Today we're going to learn about a very beautiful lesson out of this portion that we read, and I pray that this lesson
touches our heart, and I want to enter into that now. ഇവിടെ ഈ ഗ്രന്ഥം തുടങ്ങുന്നത് ശോകാത്മകമായ ഒരാരംഭമാണെങ്കിൽ ഇത് അവസാനിക്കുന്നത് ശുഭകരമായ ഒരു പര്യവസാനത്തോടു കൂടിയാണ്. While this book begins with a depressing or a pathetic state, tragic state, it ends with a blessed, prosperous state. ദുഃഖകരമായ ശോകാത്മകമായ ഒരു തുടക്കവും ശുഭകരമായ ഒരു അന്ത്യവും അതിനെ കണക്ട് ചെയ്യുന്ന ഒരു യാത്രയുമാണ് ഈ യാത്ര എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. This particular journey that we are going to talk about is the journey that connects the two extremes from one end, which is the tragic state, to the other, which is a prosperous or blessed state. ആ കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ബൈബിളിലെ കഥകളെല്ലാം, പ്രത്യേകിച്ച് ദൈവം ഹീറോ ആയിട്ടുള്ളതായ കഥകളെല്ലാം അങ്ങനെയാണ് അവസാനിക്കുന്നത് എന്ന ഒരു സത്യം നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. It is good to be reminded of this truth that any story in which God is a part, in which God is a hero, this is the state of events. ദൈവം ഹീറോ ആയിട്ടുള്ള ഒരു കഥയ്ക്ക് ഒരിക്കലും ഒരു ശോകാത്മകമായ ഒരു അന്ത്യം ഉണ്ടാകില്ല, ട്രാജിക് ആയിട്ടുള്ള ഒരു അന്ത്യം ഉണ്ടാകില്ല. അത് ശുഭകരമായ ഒരു അന്ത്യത്തിലായിരിക്കും പര്യവസാനിക്കുക. In a story, in an account in which God is the hero, it will never end in tragedy. It will always end in blessedness or a blessed state. പൊട്ടക്കുഴിയിൽ ആരംഭിക്കുന്ന യോസഫിന്റെ ചരിത്രം അവസാനിക്കുന്നത് വേറൊരു പൊട്ടക്കുഴിയിലല്ല, അതിനേക്കാൾ ആഴമുള്ള വേറൊരു പൊട്ടക്കുഴിയിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ ചെന്ന് അവസാനിക്കുന്നത് ഒരു രാജധാനിയിലാണ്, ഒരു കൊട്ടാരത്തിലാണ്. The story of Joseph, which begins in a pit, does not end in a pit or a deeper pit. It ends in a palace. അങ്ങനെ നാം എസ്തറിന്റെ അനാഥയായ ഒരു ഓർഫനായിട്ടുള്ള മാതാപിതാക്കൾ രണ്ടുപേരും നഷ്ടപ്പെട്ടതായ ഒരു പെൺകുട്ടിയുടെ കഥ അവസാനിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, പേർഷ്യയിലെ കൊട്ടാരത്തിലാണ്. And similarly, we know of Esther, whose story begins in seeming tragedy but ends with prosperity at the palace. നമ്മളുടെയും ജീവിത കഥകൾ ശുഭകരമായ ഒരു പര്യവസാനത്തിൽ എത്തിക്കണമെങ്കിൽ നമ്മുടെ കഥയിലെ ഹീറോയായി ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ്. Similarly, for our stories to end in a blessed and prosperous state, God needs to be part of our story and the hero of our stories. ദൈവത്തിന് പകരം വേറെ ആര് ഹീറോ ആയിരുന്നാലും ഇതുപോലെ ശുഭകരമായ ഒരു പര്യവസാനത്തിൽ ജീവിതത്തെ എത്തിക്കാൻ സാധിച്ചു എന്ന് വരികയില്ല. It is quite impossible to end in a prosperous state if anyone other than God is the hero of your story or my story. അതുകൊണ്ട് ഈ 4 അധ്യായങ്ങളുള്ള രൂത്തിന്റെ പുസ്തകത്തെ പഴയ നിയമത്തിലെ 4 വേദഭാഗങ്ങളുമായി ഇന്ന് കണക്ട് ചെയ്ത് ആ പശ്ചാത്തലത്തിൽ ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആഴമായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കിടയാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. I want to connect these 4 chapters of Ruth to 4 portions of the Old Testament, and at that point we will better understand and get a deeper sense of what we are learning. ഞാൻ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പഴയ നിയമത്തിലെ 4 വേദഭാഗങ്ങൾ കൂടെ ആദ്യമേ തന്നെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് ആവർത്തന പുസ്തകം, ഒന്നാമത്തേത് ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ്. രണ്ടാമത്തെ വേദഭാഗം ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളാണ്. 3-ാമത്തെ വേദഭാഗം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ്. 4-ാമത്തെ വേദഭാഗം ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങളാണ്. Let me note before you the 4 portions that we will be touching on: Deuteronomy chapter 23 verse 3, Leviticus 19:9 and 10, 1 Kings 19:19, Deuteronomy 25:5 to 10.
എന്തുകൊണ്ടാണ് ഈ പശ്ചാത്തല പഠനത്തിന് വേണ്ടി അധികം സമയമെടുക്കുന്നത് എന്നൊരു ചോദ്യം നമുക്കെല്ലാവർക്കും വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ പശ്ചാത്തല പഠനം കൂടാതെ നമുക്ക് വെറും ഒരു പെരിഫറലായിട്ടുള്ള അറിവ് മാത്രമേ കഥയെക്കുറിച്ച് നമുക്കുണ്ടാകുള്ളൂ. You may ask, why is it that we are spending so much time on a background study? The answer is this: if we don't focus on a background study, then we will only understand things peripherally and not in depth. ഒരു ഉപരിതല പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഈസിയായി ഇത് വായിച്ചാൽ മതി. പക്ഷെങ്കിൽ ഡീപ്പായി നമ്മൾ കാര്യങ്ങളെ പഠിക്കണമെങ്കിൽ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നമുക്ക് ഒഴിച്ചുവിടാനാവാത്തതാണ്. For those of you or those of us who just want to learn things on the surface, it's just enough to read through it. But to understand or get a deeper sense of what's going on, we have to engage in background study. അതുകൊണ്ട് ആ 4 വേദഭാഗങ്ങളിൽ ആദ്യത്തെ വേദഭാഗത്തേക്ക് നമുക്ക് ആദ്യം പോവുകയും ആദ്യത്തെ അധ്യായത്തെ ആ വേദഭാഗവുമായി നമുക്ക് കണക്ട് ചെയ്യുകയും ചെയ്യാം. Let's go to the first portion of scripture and connect it to Ruth. ആവർത്തനം 23-ന്റെ 3-ാം വാക്യം ഞാൻ ഇവിടെ വായിക്കട്ടെ. ഒരു മോവാബിനോ അമോനിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. Deuteronomy 23 verse 3, no Ammonite or Moabite may enter the assembly of the Lord. Even to the 10th generation, none of them may enter the assembly of the Lord forever. ശ്രദ്ധിക്കേണ്ടതായ പ്രയോഗങ്ങൾ ഇവിടെ എടുത്തു കാണിക്കുകയാണ്. ഒന്ന്, യഹോവയുടെ സഭ, അത് ഇസ്രായേലിനെയാണ് അർത്ഥമാക്കുന്നത്. We need to pay attention to a few phrases or terms. Number 1, the assembly of the Lord, and that is meant as Israel. അടുത്തത് 10ാം തലമുറ പോലും പ്രവേശിക്കരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെ എണ്ണി 11ാമത് പ്രവേശിക്കാം എന്ന അർത്ഥം സ്വീകരിക്കുന്നവരുണ്ട്. എന്നാൽ തിരിച്ച് ഇത് സംഖ്യയല്ല അർത്ഥമാക്കുന്നത്. അവരുടെ തലമുറയ്ക്ക് ഒന്നുമേ പ്രവേശിക്കാൻ അനുവാദമില്ല എന്നൊരു സൂചനയാണ് നൽകുന്നത് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. Here, the second phrase is, even to the 10th generation, none of them may enter the assembly of the Lord forever. There are 2 lines of thought. One is that after the 10th generation, 11th on can now enter in. That is one side. The other is that, in fact, none of the generations can enter the assembly of the Lord, and that is the indication here. മറ്റു ചിലര് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. കാരണം തലമുറ എണ്ണുന്നത് സ്ത്രീകളെ കൊണ്ടല്ല, പുരുഷന്മാരെ കൊണ്ടാണ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് മാത്രം ബാധകമായ ഒരു നിയമമാണ് ഇത് എന്നാണ്. Another thought is this, that this does not apply to any women because the generations are counted and accounted for by the head of the home, and as a result it only applies to men. ഇവിടെ ഒരു മോവാബിനോ അമോനിനോ എന്ന് പറയുമ്പോൾ ജെൻഡർ ആയി അവിടെ തിരിക്കുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പുരുഷനോ സ്ത്രീക്കോ ഇത് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നതായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ. When it says no Ammonite or Moabite, it does not distinguish between gender. So as a result, we need to understand that both men and women are included in this exclusion. എന്തുകൊണ്ടാണ് ഈ മോബൈറ്റ്സിന് അമോനൈറ്റ്സിന് ഈ പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത്? Why is it that the Ammonite and the Moabite is denied this entrance? ഒരു ഗുഹയിൽ അവസാനിച്ച വലഞ്ഞുപോയ ലോത്തിന്റെ ബാക്കിപത്രമാണ് ഈ 2 തലമുറകൾ. ബാലൻസ് ഷീറ്റാണ് ഈ 2 തലമുറകൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. We know that these 2 generations are the balance sheets per se of Lot, who ended up in similar to in a cave. ഇവിടെ രൂത്തിന്റെ കഥ ശോകാത്മകമായ തുടക്കവും ശുഭകരമായ അന്ത്യവുമാണെങ്കിൽ ലോത്തിന്റെ നേരെ തിരിച്ചാണ്. ശുഭകരമായ തുടക്കവും
ശോകാത്മകമായ അന്ത്യവുമാണ്. While Ruth's journey began from tragedy to a very blessed and prosperous state, Lot's is completely opposite. It started from a prosperous one to tragedy. പരസ്യമായി വിശദീകരിക്കാനാകാത്ത ഒരു തലമുറയുടെ തുടക്കം ആ ഗുഹയിൽ ഉണ്ടായി എന്ന് നഗ്നമായ പരസ്യമായ ഒരു രഹസ്യമാണ്. We know of the account of Lot, the history, what happened, something that cannot be necessarily publicly stated. It began in that cave, and that is sort of the tragic beginning of these generations. അങ്ങനെയുള്ള ഒരു തലമുറ മറ്റാർക്കെങ്കിലും ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമായി ഞാൻ കാണുകയാണ്. I am doubtful whether if anyone else has given birth to such generations. അങ്ങനെ ഒരു വിലക്ക് ഈ രണ്ട് നേഷൻസിന് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നില്ല. I am certainly not surprised at the denial that is given to these two groups of people. അപ്പോൾ വിലക്കപ്പെട്ടതായ ഒരു സമുദായത്തിന്റെ ഒരു സമൂഹത്തിന്റെ ഭാഗമായ രൂത്തിന് അടഞ്ഞിരിക്കുന്ന ആ വാതിൽ ഇവിടെ അത്ഭുതകരമായി തുറക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. So we see here miraculously the door opening for a woman who is part of one of these generation being absolutely and miraculously being opened. അവൾ അങ്ങനെ അവൾക്ക് വേണ്ടിയ വാതിൽ തുറന്നു എന്ന് മാത്രമല്ല, ചരിത്രത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്ത് അവൾ വിരാജിക്കുകയും ചെയ്യുകയാണ്. Not only does that door open for her as a Moabite, but it leads to greater lengths or heights. ഇവിടെ ഒന്നാം അധ്യായവുമായി നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് വേണമെങ്കിൽ പറയാൻ സാധിക്കും, ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി Ruth is coming from a far away land. When we look at the first chapter, we can say that both physically and spiritually she's coming from very far off, very far away land. ജിയോഗ്രാഫിക്കലി ഒരു 60 മൈൽസിന്റെ ദൂരമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും സ്പിരിച്വലി നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ കഴിയാത്ത ദൂരത്തിൽ, അസാധാരണമായ ദൂരത്തിൽ അവൾ കിടക്കുകയായിരുന്നു. Geographically speaking, though there is only 60 miles in physical terms, but spiritually speaking, there is a great amount of distance between spirituality. മാനുഷികമായ ബുദ്ധി കൊണ്ട് ഈ രൂത്തിനെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരുവാനുള്ള യാതൊരു വഴിയുമില്ലാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു പ്രവൃത്തി നമുക്കിവിടെ കാണാൻ സാധിക്കും. മാനുഷികമായി നോക്കിയാൽ ഫാർ 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 അവേ ആയിരുന്ന ഒരു രൂത്തിനെ ഇസ്രായേലിൻ്റെ ഒരു ഭാഗമാക്കി തീർത്തു എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ വിധാനത്തിൽ തിളങ്ങുന്ന ഒരു താരമാക്കി അവളെ നിർത്തിയിരിക്കുകയാണ്. When it is beyond, absolutely beyond man's comprehension to have a Moabite woman as Ruth to come into Israel's history, in the eyes of God that became something completely possible, and that is a miracle in and of itself, where now she is the shining light of the major history that has taken place. ഒന്നാം അധ്യായത്തിൽ അവൾ she is far away. രണ്ടാം അധ്യായത്തിൽ അവൾ എവിടെയെന്ന് നമുക്ക് നോക്കാം. ലേവ്യ പുസ്തകം 19 അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ ഞാൻ നേരത്തെ ഓർപ്പിക്കുകയുണ്ടായി. അത് ഇവിടെ വായിച്ചു കേൾപ്പിക്കുകയാണ്. Leviticus chapter 19 verse 9 and 10. First, she is far away in the chapter 1. Second, in the second chapter, where is she? അതിനോട് ചേർത്ത് പറയാവുന്ന വേറൊരു വേദഭാഗം കൂടി ഉണ്ട്. അത് പഠിക്കേണ്ടുന്നവർക്ക് ആ ഭാഗം കൂടെ നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ആവർത്തന പുസ്തകം 24 അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വേദഭാഗമാണ് ഇതേ കാര്യം അവിടെ ആവർത്തിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ലേവ്യ പുസ്തകത്തിൽ നിന്ന് ഇവിടെ വായിക്കുകയാണ്. The same account that is noted in Leviticus chapter 19 verse 9 and 10 can also be noted in Deuteronomy chapter 24 verses 19 to 21. Those who want to engage in deeper study and comparison can do that. നിങ്ങളുടെ നിലത്തിലെ വിളവ് നിങ്ങൾ കൊയ്യുമ്പോൾ വയലിലെ അരികു തീർത്ത് കൊയ്യരുത്. നിന്റെ കൊയ്ത്തിൽ കാല പറിക്കുകയും അരുത്. നിന്റെ മുന്തിരിത്തോട്ടങ്ങളിൽ കാല പറിക്കരുത്. നിന്റെ വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ
യഹോവ ആകുന്നു. Leviticus 19 verses 9 and 10. When you reap the harvest of your land, you shall not reap your field right up to its edge, neither shall you gather the gleanings after your harvest. And you shall not strip your vineyard bare, neither shall you gather the fallen grapes of your vineyard. You shall leave them for the poor and for the sojourner. I am the Lord your God. അസാധാരണമായ ഒരു നിയമം ഇസ്രായേലിന് ലഭിച്ചിരിക്കുകയാണ്. This is a very peculiar kind of a law given to Israel. അതായത് വയലിൽ കൊയ്ത്ത് നടക്കുമ്പോൾ യവമാകട്ടെ അല്ലെങ്കിൽ ഗോതമ്പാകട്ടെ നെല്ലാകട്ടെ എന്തായിരുന്നാലും എഡ്ജ് തീർത്ത് കൊയ്യരുത് എന്ന് അവരോട് കൽപ്പിച്ചിരിക്കുകയാണ്. They have been commanded that when there is a harvest of anything, that they shouldn't reap the field right up to its edge. അത് യാദർച്ഛ്യമായി സംഭവിക്കുന്ന കാര്യമല്ല, മനഃപൂർവ്വമായി അത് വിട്ടേക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. What is being required is that it doesn't that's done accidentally. No, in fact, it should be done purposefully. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കൊയ്യുമ്പോൾ വീണുപോകുന്ന കതിരുകളുണ്ട്, അത് നിങ്ങൾ എടുക്കരുത്, യാദർച്ഛ്യമായി സംഭവിക്കുന്നതാണ് വീണുപോകുന്നത്, അത് അവിടെ ഇട്ടേക്കണം. A second thing is that the fallen grapes should not be taken or gathered, though they are accidentally fallen, they should not be taken. അതുപോലെ ആവർത്തന പുസ്തകം 24 നമ്മൾ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞ് കറ്റ് കെട്ടി അവിടെ വെച്ചിട്ട് നിങ്ങൾ മറന്നുപോയാൽ അത് എടുക്കാൻ തിരിച്ചു പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. And also, if you look at Deuteronomy 24:19 through 21, it says that when you reap your harvest in your field and forget a sheaf in the field, you shall not go back to get it. അവിടെ എന്താണ് ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുന്ന സന്ദേശം? What is the message that God is giving to Israel? അവിടെ ഏറ്റവും ലോ ക്ലാസ് നമ്മൾ വിചാരിക്കുന്ന ദരിദ്രനെയും അനാഥനെയും വിധവയെയും പരദേശിയെയും കരുതിയുള്ള ഒരു ദൈവത്തിന്റെ കരുതൽ നമുക്കവിടെ കാണാൻ സാധിക്കും. What we see there is a particular kind of a provision and a care for those that are poor, orphans, widows and foreigners. സാദൃശ്യവാക്യങ്ങളിൽ 19 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ മറന്നുപോകാൻ പാടില്ലാത്ത ഒരു വേദഭാഗമുണ്ട്. അതിങ്ങനെയാണ്: എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. We see another portion in Proverbs 19 verse 17, which reads this way: whoever is generous to the poor lends to the Lord, and he will repay him for his deed. ഇവിടെ ദരിദ്രനിലും അനാഥരിലും വിധവമാരിലും പരദേശികളിലും അവർ ദൈവത്തെ കണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. What we can understand is that they saw God in these four classes of people: the poor, the widow, the orphan and the foreigner. സാധുക്കളായിട്ടുള്ള മനുഷ്യരോടുള്ള നമ്മളുടെ സമീപനം, നമ്മളുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് ബൈബിൾ നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. The Bible teaches us and informs us as to how we should approach those that are poor. പൊതുവെയുള്ള ലോകത്തിന്റെ ടെൻഡൻസി ധനിയനെ സഹായിക്കുന്നു എന്ന ആ ഒരു രീതിയാണ്. എന്നാൽ ഇവിടെ ആവശ്യക്കാരന് മുമ്പിൽ കണ്ണടയ്ക്കുന്ന, കൈ ചുരുട്ടുന്ന ഒരു സമൂഹത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. The normal tendency is the rich help the rich, and oftentimes we forget the hands that are open of those that are oppressed and poor. ഇവിടെ ഇതാ വയലിൽ എത്തിയിരിക്കുന്ന സാധുവായ ഒരു സ്ത്രീയായി നമുക്ക് രൂത്തിനെ കാണാൻ സാധിക്കും. So we can see Ruth as a poor individual who has come into the field. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കുക. 2-ാം അധ്യായത്തിൽ അതിന്റെ 2-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എന്നാൽ മോവാബ്യ സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പിറക്കട്ടെ എന്ന് ചോദിച്ചു. പോയിക്കൊള്ളുക മകളെ എന്ന് നവോമി പറഞ്ഞു. Let's read 2 verse 2 of Ruth. And Ruth the Moabite said to Naomi, let me go to the field and glean among the ears of grain after him, in whose sight
I shall find favor. ഇവിടെ അന്യദേശത്ത് നിന്ന് ഇസ്രായേലിലേക്ക് വന്നിരിക്കുന്ന ഈ വിധവയായ രൂത്ത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. We see Ruth, a widow who has come from a foreign land to Israel, initiating this situation. അവൾ വയലിലേക്ക് പോകുന്നത് നവോമി പറഞ്ഞിട്ടല്ല, നവോമി നിർബന്ധിച്ച് അയക്കുകയല്ല, എന്നാൽ അവൾ സ്വമേധയ കടന്നു പോകുകയാണ്. Ruth is not going to the field by compulsion or by being pushed by Naomi. She's going there voluntarily. ഈ രൂത്തിന്റെ പ്രായം നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് അവൾക്ക് 40 തികഞ്ഞിട്ടുണ്ടാവുകയില്ല. We do not know the age of Ruth, but according to Jewish tradition, she's probably nearing 40. എൻ്റെ ഒരു സ്റ്റഡിയിൽ അവൾ early 30s-ലാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. In my study, I have thought that she may be in her early 30s. early 30s-ലായിട്ടുള്ള ഒരു യുവതി അന്യദേശത്ത് ഒരു വിധവയോടുകൂടെ വരുമ്പോൾ വയലിലേക്ക് പോകാമെന്ന് സ്വയം ഇനിഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ആ മഹത്വം നമുക്ക് അവിടെ മനസ്സിലാക്കാനായി. We can understand the glory and the dignity of this woman who comes from a foreign land to Israel in her early 30s, who voluntarily says, I will go to the field. വളരെ അൺടച്ചബിലിറ്റി നിലവിലിരിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് അവൾ കടന്നു ചെല്ലുന്നത് എന്ന് മാത്രമല്ല, അവളുടെ ക്ലാസ് നമ്മൾ നോക്കിയാൽ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 ഇതിലൊന്നും പെടാത്ത, അതിലും താഴെയുള്ള ഒരു ക്ലാസ്സിൽപ്പെട്ട ഒരു സ്ത്രീ ഈ വയലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകാവുന്ന ഇമോഷണൽ റെസ്പോൺസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിശ്ചയമായും അവിടേക്ക് ഒരു ചുവട് പോലും വെക്കാൻ നമ്മളാരും ആഗ്രഹിക്കില്ല. At a time when untouchability was at its peak, here is a woman from a foreign land who does not fit into any of the classes 1, 2, 3 or 4. Think about the emotional responses that she would be a part of. ഒരു സ്ത്രീ എന്നുള്ളതായ നിലയിൽ ഒരു early 30s-ൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി യാതൊരു കാരണവശാലും ഇനിഷ്യേറ്റ് ചെയ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഇതാ അവൾ ഇനിഷ്യേറ്റ് ചെയ്ത് കടന്നു പോവുകയാണ്. നിശ്ചയമായിട്ടും അതൊരു അസാധാരണമായ സ്റ്റെപ്പ് തന്നെയാണ്. Normally a woman in her early 30s will not initiate something like this, and for Ruth to do this, that is quite honorable. നമുക്കറിയാം, മോവാബിൽ നിന്ന് ഈ രൂത്ത് നവോമിയോട് ചേർന്ന് നടക്കാൻ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു സ്റ്റെപ്പാണ്. അതെന്ന് നമ്മളെല്ലാവരും സമ്മതിക്കും. അതുപോലെയോ അതിനേക്കാൾ വിഷമമേറിയ ഒരു സ്റ്റെപ്പാണ് ഇവൾ ഇവിടെ എടുക്കുന്നത്, വയലിലേക്കുള്ളതായ ആദ്യ സ്റ്റെപ്പും. We will all agree that the step for Ruth to go along with Naomi, that is a great step indeed, but even greater than that is the step that she has now taken to step into the field. രണ്ട് അസാധാരണമായ സ്റ്റെപ്പുകൾ നമുക്ക് 1-2 അധ്യായങ്ങളിൽ കാണാൻ സാധിക്കും. അത് രൂത്തിനെ പോലുള്ള ഒരു മഹിളയ്ക്ക് മാത്രമേ അത് ചെയ്യാനായി സാധിക്കൂ. We see 2 extraordinary steps that Ruth takes, and only a woman as glorious as Ruth can do that. അവൾക്ക് എങ്ങനെ മനസ്സിലായി ഇവിടെ വയലിൽ പോയാൽ കാലപറക്കാനായിട്ട് സാധിക്കുമെന്ന്? നിശ്ചയമായും ആ വിവരം പറഞ്ഞു കൊടുത്തത് നവോമി തന്നെയായിരിക്കും. How did she know that if she went to the field that she would be able to glean among the ears of grain? More than likely it is Naomi who said that to her. 10-12 വർഷത്തെ ഒന്നിച്ചുള്ളതായ ജീവിതത്തിൽ കൂടെ നവോമിക്ക് കുറെ ഇസ്രായേലിയ നിയമങ്ങൾ മരുമകളുമായി ഷെയർ ചെയ്യാൻ സാധിച്ചു. അത് മനോഹരമായ ഒരു ബന്ധമാണ്. In these 10 to 12 years of relationship with Naomi, Ruth definitely has gleaned a lot of information about Israel from Naomi, and as a result of that, she is now അമ്മായിയിൽ നിന്നും മനസ്സിലാക്കിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അസാധാരണമായ ഒരു ചൂടുവെപ്പ് അവൾ നടത്തുകയാണ് വയലിലേക്ക്. നിശ്ചയമായും ആ ഗമനത്തെ നിയന്ത്രിച്ചത് ആര് എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. After gleaning such great valuable lessons from her mother-in-law Naomi, she is now taking this great
step, let me ask you, who has orchestrated all these? എല്ലാവരും നിശ്ചയമായും ഈ 1, 2, 3, 4 അധ്യായങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ മാത്രമേ ആ കഥ നമ്മൾ വായിച്ച് കോരിത്തരിക്കുവാൻ ഇടയാകുകയുള്ളൂ. Only if you continuously and regularly read all of these 4 chapters will you understand the depth and the majesty of this book and how things are unfolding. ഒരു ചെറിയ തോതിൽ 1, 2 സ്റ്റെപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ പോയിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വയലിൽ അവൾ എത്തുവിടുമായിരുന്നു. എന്നാൽ കറക്റ്റ് ബോവസിന്റെ വയലിൽ തന്നെ ഭാഗ്യവശാൽ അവൾ എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാൻ, ആ റിസ്ക് എടുക്കാൻ മനസ്സ് കാണിച്ച, ആ രൂത്തിന്റെ ഓരോ സ്റ്റെപ്പുകളും നിയന്ത്രിച്ച ദൈവം മുകളിലിരുന്നു കൊണ്ട് അത് കൺട്രോൾ ചെയ്യായിരുന്നു. If Ruth had taken any step other than what's been taken to the right or the left, she certainly would not have been into the field of Boaz. What is more important to consider this morning is that every step is ordained and orchestrated by God. അനാഥരെയും വിധവമാരെയും പരദേശിയെയും ദരിദ്രനെയും കരുതലോടെ കാണുന്ന, ദൈവത്തിന്റെ പ്രതിനിധികളായി കാണുന്ന ഒരു സമൂഹത്തിലേക്ക് അവൾ വന്നിരിക്കുന്നു. അതുതന്നെ ഒരു ഭാഗ്യമാണ്. അതേ വീക്ഷണമാണ് ക്രൈസ്തവർക്കും ഈ വിഷയങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്നത്. Ruth has now come to Israel, who are representatives of God, who act on behalf of God as a group of people that care for the poor, the widow, the orphan, and the foreigner. And that is the similar kind of approach we as Christians should have. ക്രൈസ്തവരുടെ ഇടയിൽ, കേരളക്കാരുടെ ഇടയിൽ നിലവിലിരുന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: സന്ധ്യയ്ക്ക് കിച്ചൺ പൂട്ടുന്നതിന് മുമ്പ്, അടുക്കള അടയ്ക്കുന്നതിന് മുമ്പ് വീട്ടിലെ നായകൻ വെളിയിലിറങ്ങി നിന്നുകൊണ്ട് ഇങ്ങനെയൊന്ന് വിളിച്ച് ചോദിക്കുമായിരുന്നു, അത്താഴപ്പട്ടിണിക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ കടന്നു വരൂ എന്ന ആഹ്വാനം. I've heard of this particular tradition in Kerala or in our homeland, where before the kitchen is closed, the head of the home would step out on his porch and call out and make this declaration or call, saying, if there is anyone who has not had the meal or dinner, please come forward. എന്ത് നല്ലൊരു ആചാരമായിരുന്നു അതെന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. I thought about what a great practice. ക്രൈസ്തവരായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അനാഥരെയും പാവങ്ങളെയും പരദേശികളെയും കുറിച്ചുള്ളതായ ചിന്ത നമ്മിൽ ഉണ്ടായിരിക്കേണ്ടുന്നത് ആവശ്യമാണ്. അത് നമ്മെ ഒരിക്കലും തളർത്തത്തില്ല, നമ്മെ വളർത്തത്തേയുള്ളൂ. As Christians, we should have the same mentality and approach toward the poor, the widow, the orphan, and the foreigner that will never debilitate us, that in fact will make us prosper. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി സുവിശേഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ മിഷനും ചാരിറ്റിക്കും പ്രാധാന്യം കൊടുക്കുന്നത്? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ദരിദ്രരെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ളതായ അവന്റെ പഠനമാണ്, അവന്റെ അറിവാണ്. അവൻ അതിനെ പ്രാക്ടീസ് ചെയ്യുകയാണ്. Why is it that the Christian, as much as he gives importance to the gospel message, gives importance to missions and charity? It is because the same approach that Jesus had, he's taken on as a believer, as a Christian. അപ്പോൾ 1-ാം അധ്യായത്തിൽ ഇവിടെ രൂത്ത് far away from the land, എന്നാൽ 2-ാം അധ്യായത്തിൽ ഈ രൂത്ത് she is in the field of the land. In the first chapter, she is in a faraway land, and the second chapter, she is in a field of the land. അതും ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ അവൾ എത്തിച്ചേർന്നിരിക്കുന്നു. And amazingly, she has come into the field of Boaz. ഇനി 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 3-ാം അധ്യായത്തെ ഞാൻ കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യവുമായിട്ടാണ്. I want to connect the third portion with 1 Kings chapter 19 verse 19. അതിനു മുമ്പ് 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം കൂടെ വായിക്കണം. അത് തമ്മിലാണ് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. We will connect Ruth chapter 3 verse 9 to 1 Kings chapter 19. ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് പറഞ്ഞു. He said,
Who are you? And she answered, I am Ruth, your servant. Spread your wings over your servant, for you are a redeemer. ഈ 3-ാം അധ്യായം വായിച്ചിട്ട് വായിക്കുന്നവരിൽ ഒരു 99% ആൾക്കാരും രൂത്ത് ഒരു മോശം സ്ത്രീയാണെന്ന ഒരു കൺക്ലൂഷനിലാണ് എത്തിച്ചേരുക. 99% of people who read this portion come to the conclusion that she is a defiled or not a good individual. രൂത്ത് മാത്രമല്ല, രൂത്തിനെ അങ്ങോട്ട് പറഞ്ഞയച്ച ആ ഐഡിയയുമായി പറഞ്ഞയച്ച നയോമിയും വളരെ മോശം സ്ത്രീയായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. Not only Ruth, but even Naomi has been pictured that way. അങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നതിൽ ഞാൻ ആരെയും കുറ്റം പറയുന്നുമില്ല. I certainly don't blame anyone to portray them that way. അവരുടെ ഫിഡിലിറ്റിയെ എല്ലാവരും ചോദ്യം ചെയ്തിട്ടുണ്ട്. Almost everyone has questioned her fidelity. എന്നാൽ ഇവിടെ 2 വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ 2-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചെറുകിൻ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. Before I go to the other Old Testament portion, let me read chapter 2 verse 12. The Lord repay you for what you have done, and a full reward be given you by the Lord the God of Israel, under whose wings you have come to take ഇവിടെ ഇസ്രായേലിന്റെ ദൈവമായ ചെറുകിന് അടിയിൽ അവൾ കിടക്കുകയാണ്. 2-ാം അധ്യായത്തിൽ വരികയാണ്. 3-ാം അധ്യായത്തിൽ ബോവസിന്റെ പുതപ്പിന് കീഴിൽ അവൾ വരികയാണ്. In the second chapter, Ruth is under the wings of the Almighty God, and in the third chapter, she is now under the wings of Boaz. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ പുതപ്പ് ഒരാളുടെ മേൽ ഇടുന്ന ഒരു സമ്പ്രദായമാണ്. We have to understand this particular practice of putting the wings over someone. അതായത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം കൂടെ ഇവിടെ വായിക്കട്ടെ. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സഫാത്തിന്റെ മകനായ ഏലിയാവെ കണ്ടെത്തി. അവൻ 12 കാളപൂട്ടി ഒഴിവിച്ചുകൊണ്ട് ഇരുന്നു. 12-ാമത്തേതിനോടുകൂടെ അവൻ തന്നെയായിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേൽ ഇട്ടു. 1 Kings 19:19. So Elijah went from there and found Elisha son of Shaphat. He was plowing with 12 yoke of oxen, and he himself was driving the 12th pair. Elijah went up to him and threw his cloak around him. എന്തിനാണ് ഈ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഏലിശയുടെ മേൽ ഏലിയാവ് പുതപ്പിട്ടത് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുക. I put a question before you. Why is it that Elijah went to Elisha who was plowing, and why did he put a cloak around him? എപ്പിസ്കോപ്പൽ സഭകളുടെ വിവാഹ ശുശ്രൂഷ കണ്ടിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേറൊരു പരിചയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അത് ഇങ്ങനെയാണ്. അവിടെ വിവാഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കല്യാണപ്പുടവ എന്ന് പറയുന്ന മന്ത്രകോടി എന്ന് പറയുന്ന ഒരു സാരിയുണ്ട്. ആ സാരി വരൻ വധുവിന് മേലിടുന്ന ആ രംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. Certainly, I want to draw your attention to a practice of the Episcopalian churches, specifically at the time of the wedding, where the wedding cloak is put around the bride, and you have probably paid attention to that. ആ വെഡിങ്ങിന്റെ സമയത്ത് ഏത് സമയത്ത് ആ പുടവയിടുന്നു, ആര് അത് ആ പുടവയിടുന്നു, അതിനുശേഷം അവിടെ വരുന്ന മാറ്റങ്ങൾ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. We have paid attention to who puts that cloak around and when, and the changes that happen as a result of it. ഇങ്ങനെ ആ കല്യാണപ്പുടവ വധുവിന്റെ മേൽ വരൻ ഇടുന്നത് താലി കെട്ടിയതിനു ശേഷമാണ്. അത് കെട്ടിക്കഴിയുമ്പോൾ വരന്റെ ഭാഗത്ത് നിന്ന് അവൾ ആദ്യം ഉടുക്കേണ്ടതായ വസ്ത്രം, ആ സാരി അവളുടെ മേലിടുകയാണ്. അങ്ങനെ സാരി അവളുടെ മേലിടുമ്പോൾ 3 കാര്യമാണ് അവിടെ മെസ്സേജ് ആയിട്ട് നൽകുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ പൊസഷൻ, അതിൻ്റെ ഒരു പൊസഷൻ്റെ ഒരു സൈനാണ്, പ്രൊട്ടക്ഷൻ്റെ ഒരു സൈനാണ്, പ്രൊവിഷൻ്റെ ഒരു സൈനാണ്. At that particular practice, the bridegroom puts the cloak around the bride at a particular time, and it denotes
three things. It is a claim of possession, a claim of protection, and a claim of provision and care. അപ്പോൾ രൂത്തിനെ കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി ഞാൻ ഇത്രയും വിശദീകരിക്കുകയാണ്. രൂത്ത് പോയതിൽ എന്തെങ്കിലും മോശമായിട്ട് ഞാൻ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സമയം മാത്രമേ ഉള്ളൂ, അർദ്ധരാത്രിയായ പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ അവൾ ചെയ്തത് ഒരു മനോഹരമായ സമ്പ്രദായം നമ്മളെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. And so I hope by noting these things that some of the misconceptions and misunderstandings have been taken care of. The only fault, if any, that I see is that Ruth went there at midnight. ഇവിടെ അർദ്ധരാത്രിയിൽ ബോവസിന്റെ പുതപ്പ് വളരെ രഹസ്യമായി ആരും കാണാതെ അവളുടെ മേൽ ഇടുമ്പോൾ ഒരു കാര്യം അവളെ അറിയിക്കുകയാണ്, ഞാൻ നിന്നെ നീ എൻ്റെ പൊസിഷനായി ബോവസ് രൂത്തിനെ പൊസിഷനായി സ്വീകരിക്കുകയാണ്. പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളാമെന്ന് സമ്മതിക്കുകയാണ്, ഞാൻ നിന്നെ കരുതിക്കൊള്ളാം എന്ന് സമ്മതിക്കുകയാണ്. When Boaz puts his wings or his cloak around Ruth, he's claiming three things: that it's a claim of possession, that he will protect her and provide for her. നമുക്കറിയാം, അടുത്ത കാലത്ത് വരെ കേരളത്തിൽ വസിച്ചിരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, പടിഞ്ഞാറൻ സ്ഥലങ്ങളിൽ വയലുള്ളവര് അവരുടെ ആ വയലിൽ കളയെടുക്കുമ്പോൾ ആ ധാന്യം സൂക്ഷിക്കാൻ വേണ്ടി മറ്റാരെയും അല്ല വിടുന്നത്, അതിൻ്റെ ഉടമസ്ഥൻ തന്നെ അവിടെ രാത്രി പോയി കിടക്കും. അതുപോലൊരു രംഗമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇതാ ആ കളത്തിൽ ഫ്ലോറിൽ ബോവസ് എത്തിയിരിക്കുന്നു. We all are familiar with this kind of a practice where the master of the field will go to his field and lay there and spend the night there, and that's what we see here. തുറന്ന വിശാലമായ സ്ഥലത്ത് വയലിൽ തനിയെ കിടക്കുമ്പോൾ രൂത്ത് അവിടെ ചെല്ലുന്നു. അമ്മായിയമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് ആ രൂത്തിന് മേൽ ഈ പുതപ്പ് ഇടുകയാണ് ചെയ്തത്. And so he opens, so he's in his field at night, and as he's there, Ruth comes along and he spreads his cloak around. ഒരു വരൻ തന്റെ കല്യാണപ്പുടവ വധുവിനെ മേലിട്ടുകൊണ്ട് നീ എന്റേതാണെന്ന് അവകാശപ്പെടുന്നത് പോലെ ഏലിയാവ് ഏലീശയുടെ മേൽ പുറപ്പെട്ടുകൊണ്ട് ഇനിമേൽ നീ എന്റേതാണ് എന്ന് അവകാശപ്പെട്ടതുപോലെ ഇവിടെ ഇതാ രൂത്ത് ആ ബോവസിന്റെ പുതപ്പ് ചോദിച്ചു വാങ്ങിക്കുന്നു. അങ്ങനെ ആ പുതപ്പ് അവളുടെ മേൽ അവനിടുകയും ബോവസിൻ്റെതായി അവൾ മാറുകയും ചെയ്യും. This particular practice of putting his cloak around her is just claiming that she is under his possession, or that you are mine, essentially, and similarly like Elijah put it over Elisha, saying that now you are mine. And she is in the floor now. Now she's on the floor. ഇവിടെ ഒന്നാം അധ്യായത്തിൽ Ruth is far away. First chapter, she is far away. രണ്ടാമത്തെ അധ്യായത്തിൽ she is അവൾ വയലിലാണ്. In the second chapter, she's in the field. മൂന്നാമത്തെ അധ്യായത്തിൽ അവൾ കളത്തിലാണ്. On the third chapter, she's on the floor of the field. ഈ മൂന്ന് യാത്രയും നമ്മൾ ആലോചിച്ച് നോക്കുക. Think about these three journeys. ഈ മൂന്ന് യാത്രയും ഒരു സാധാരണ സ്ത്രീക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല. These three journeys was not possible by an ordinary woman. മോവാബിൽ നിന്ന് വിധവയായ വയോധികയായ ഒരു സ്ത്രീയോടുകൂടെ നടക്കുക, യാത്ര ആരംഭിക്കുക നിശ്ചയമായും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. To start a journey with a woman who's elderly and who's a widow from Moab, to take that long journey back home was an almost impossible thing to do. അതുപോലെ അന്യദേശത്ത് സ്ട്രേഞ്ച് ആയിട്ടുള്ള സാഹചര്യത്തിൽ ഈ 30കളുടെ ആരംഭത്തിൽ ജീവിക്കുന്ന ഈ പെൺകുട്ടി വയലിലേക്ക് സ്വയം ഇനിഷ്യേറ്റ് ചെയ്തു പോവുക, അതും അസാധാരണമായ സ്റ്റെപ്പാണ്. Even the second journey, the second step is an extraordinary kind of step where she voluntarily takes a step to step into the field. എടി മോളെ നീ ഒന്ന് പോക എന്ന് പറഞ്ഞാൽ ഒരു 100 പ്രാവശ്യം പുറകെ നടന്നാൽ നമ്മുടെ പിള്ളേരാരും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2 റേസാണ്, 2 അത് തന്നെയല്ല പോകാൻ പറയുന്ന സമയം അത്ര നല്ല സമയമല്ല. എന്നിട്ടും ഈ രൂത്ത് ഇതിനെയെല്ലാം മറികടന്ന് ഫ്ലോറിലേക്ക് കടന്നു ചെല്ലുന്നു. ബോവസിന്റെ പുതപ്പ് അവളുടെ മേലിടുന്നു.
If we were to say such things as this to our children to go into the field, certainly they wouldn't go. Not only that, it's an inopportune time also. And here now we see Ruth proceeding on to the third step, which is getting onto the threshing floor. ഇനി 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വന്നാൽ When we come to chapter 4, അത് കണക്ട് ചെയ്യുന്നത് ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിന്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളുമായിട്ടാണ്. the fourth chapter is connected to Deuteronomy chapter 25 verses 5 through 10. അവിടെ ദേവരധർമ്മം എന്ന് പറയുന്ന ഒരു പ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. The law of levirate. There we see the laws concerning levirate marriage. അതെന്താണെന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. വിശദീകരിക്കാനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല. Read that on your own time and understand. I won't elaborate much. സ്വന്തം സഹോദരനോ കസിൻസോ സഹോദരൻ എന്ന് പറയപ്പെടാവുന്ന ഒരാൾക്ക് മകനില്ലാതെ അയാൾ മരിച്ചുപോയാൽ ആ ഭാര്യയെ തന്റെ സ്വന്തമാക്കുക എന്നുള്ള ഒരു നിയമമാണത്. It is a law where one of the brothers dies without a son. The law is to take the wife of the dead man. ഇപ്പോൾ രൂത്തിന്റെ ഹസ്ബൻഡ് മരിച്ചുപോയിരിക്കുന്നു. Here the husband of Ruth has died. അദ്ദേഹത്തിന്റെ സഹോദരൻ മരിച്ചുപോയിരിക്കുകയാണ്. His brother has also died. അപ്പോൾ സ്വന്തം സഹോദരൻ ജീവിച്ചിരിക്കുന്നില്ല. So his brother is not alive. പിന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള കിൻസ്മാൻ ആണ് അതിന്റെ അവകാശമുള്ളത്. So then the nearest kinsman has possession. ഇസ്രായേലിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. There were 2 in Israel. 2 കിൻസ്മാൻ അവിടെ ഉണ്ടായിരുന്നു. There were 2 kinsmen there. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആളുടെ പേര് നമുക്കറിയത്തില്ല. We don't know who the nearest one was. അയാൾ അത് പിന്മാറുകയാണ് ചെയ്തത്. That nearest one leaves or does not want to be a part of it. വലിയൊരു ഉത്തരവാദിത്തം എടുക്കാൻ അയാൾ തയ്യാറായില്ല. He was not ready to take on that great responsibility. എന്നാൽ രണ്ടാമത്തെ സ്ഥാനം ബോവസിനായിരുന്നു. The second kinsman was Boaz. അങ്ങനെ അതിന് തയ്യാറായി. He was ready. ആ ദേവരധർമ്മപ്രകാരമുള്ള വിവാഹം താൻ ചെയ്യാണ്. He does the wedding or the marriage related to the levirate law. ബോവസിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മഹാധനിയനായിരുന്നു എന്നാണ്. Boaz is talked of as a very rich, wealthy man. വെറും മഹാധനിയനായിരുന്നു എന്ന് മാത്രമല്ല, not only was very wealthy, ധനിയനായിരിക്കുമ്പോൾ തന്നെ മഹാദയാലുവുമായിരുന്നു അദ്ദേഹം. while he was very wealthy, he was also very generous. ചിലർക്ക് മഹാധനിയന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരെ കിട്ടിയിട്ടുണ്ട്. Some have received a very wealthy husband. ചിലർക്ക് ദയാലുവായിട്ടുള്ള ഭർത്താക്കന്മാരെ Some have കിട്ടിയിട്ടുണ്ട്. received very generous husbands. ഈ രണ്ടും കൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഡബിൾ ബ്ലെസ്ഡ് ആണ്. To get both in a husband is a double blessing. വളരെ ചുരുക്കം പേർക്ക് അങ്ങനെയുള്ളവരെ കിട്ടി. Only a few have received that. ഇവിടെ രൂത്തിന് അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ പോകുകയാണ്. Here Ruth is about to get such a husband. മഹാധനിയനായ മഹാദയാലുവായ ഒരു ഭർത്താവിന്റെ വീട്ടിൽ അവൾ എത്തുകയാണ്. Now she is in the family. She comes into the home of a very wealthy and a very generous man. Now she begins her entrance into the family. ഇവിടെ മഹാധനിയനായ ഒരു മനുഷ്യന്റെ ഒരു കുടുംബത്തിന്റെ ധനിയനായ ഒരു മനുഷ്യന്റെ ഭാര്യയായി തീരുന്നു. ഒരു വലിയ കുടുംബത്തിന്റെ അംഗമായി അവൾ തീരുന്നു. Here she becomes the wife of a very wealthy man, also a part of a very large family. ഇവിടെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലെസൺ കിടക്കുന്നത്. This is where the lesson lies. അതിങ്ങനെയാണ്, God moves mysteriously. The lesson is this, that God moves mysteriously. ദൈവം വളരെ മിസ്റ്റീരിയസ് ആയി അത് മൂവ് ചെയ്യുന്നു. എന്തിന്? തന്റെ പദ്ധതിയെ പൂർത്തീകരിക്കാൻ വേണ്ടി. Why does God move mysteriously? So that his plans may be fulfilled. ദൈവത്തിന് ഒരു മനുഷ്യനെ കുറിച്ച്, ഒരു പുരുഷനെ കുറിച്ച്, ഒരു സ്ത്രീയെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടി, അത് റിയലൈസ് ചെയ്യാൻ വേണ്ടി, ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ദൈവം നമുക്കാർക്കും മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന ആ സത്യം നമ്മളിലേക്ക് ഇന്ന് ദൈവം അറിയിക്കുകയാണ്. God is conveying this message to us, that if God has a plan for a man, for a woman, any individual, that he will move things mysteriously to fulfill that plan. യോസേഫിനെ പൊട്ടക്കുഴിയിൽ നിന്നും അവൻ കണ്ട സ്വപ്നപ്രകാരം
അവനെ ആ സ്വപ്നത്തിന്റെ നിവൃത്തിയെന്നോണം മിസ്രൈമിലെ കൊട്ടാരത്തിൽ എത്തിക്കാനായി ലോകത്തിൽ ആര് ശ്രമിച്ചാൽ നടക്കും എന്ന് ഞാൻ ചോദിക്കുന്നു. Let me ask you, who in this world could have made this happen for Joseph to go from the pit and to realize his dream where he would be the king or the governor of Egypt? ലോകത്തിലെ സകല മനുഷ്യരും കൂടെ നോക്കിയാലും നടക്കാത്ത കാര്യം യോസഫിൽ നിവർത്തിച്ചത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിപ്പാനായിട്ട് സാധിക്കും. ആ യോസഫ് അപ്പന്റെ കൂടെ നിർത്തിയിരുന്ന മകനെ അപ്പന് നകറ്റി ഒടുവിൽ കൊട്ടാരത്തിൽ എത്തിച്ച് ഈജിപ്തിലെ മന്ത്രിയാക്കിയ ആ സംഭവം എന്താണ് നമ്മെ വിളിച്ചറിയിക്കുന്നത്? What does this account of Joseph teach us? That this person who was close to his father is taken from that house and made as the great chief official of the land of Egypt. What does that teach us? യോസഫിനെ മിസ്രൈമിലെ ഈജിപ്തിലെ മന്ത്രിയാക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. എന്നാൽ ലോകത്തിൽ മിസ്റ്റീരിയസ് ആയി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിനത് അസാധ്യമല്ല. There is no one in this world that could have made Joseph into the prime minister of Egypt. There is no one that in this world that could do it. The only person who did it is this God. ആഫ്രിക്കയിൽ നിന്നതായ ഒരു ഷണ്ണനെയും ശമരിയിൽ അതെ ഒരു സഞ്ചാര സുവിശേഷനായിരിക്കുന്ന ഒരു ഫിലിപ്പിനെയും തമ്മിൽ നിർജ്ജനമായ സ്ഥലത്ത് കൂട്ടിമുട്ടിക്കാനായിട്ട് ആരെ കൊണ്ട് സാധിക്കും എന്നൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ നിങ്ങളോട്. Let me ask you, who can orchestrate this event where a eunuch from Africa can be connected with a missionary, a traveler like Philip in a barren land? Who can do that? കിലിക്കിയിൽ ജനിച്ചു വളർന്ന ഒരു പൗലോസിനെയും അതുപോലെ ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ ജോലി ചെയ്യുന്ന ഒരു ജയിലറെയും തമ്മിൽ കൂട്ടിമുട്ടിക്കാനായി ആരെ കൊണ്ട് സാധിക്കും എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. Who can make this happen? Paul being connected to a jailer in Philippi. കൊലോസ്യയിൽ അടിമയായി ജീവിച്ച ഒരു ഒനേസിമസിനെയും കിലിക്കിയിൽ നിന്ന് മിഷണറി ആയിട്ട് വന്ന ഈ പൗലോസിനെയും റോമിൽ വെച്ച് ഒന്നിപ്പിക്കാൻ ആരെ കൊണ്ട് സാധിക്കും എന്ന് ഞാൻ ചോദിക്കുകയാണ്. Who can make this happen where Onesimus, who was in Colossae, is now being connected with Paul, the greatest missionary in Rome? ലോകത്തിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും അദൃശ്യമായ ദൈവത്തിന്റെ നിയന്ത്രിക്കുന്ന കരങ്ങൾ എന്റെയും നിങ്ങളുടെയും പിന്നിലുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. Though we don't see it, the great hand, the invisible hand of God is orchestrating things in a way that we don't know, and which is why we are listening to this message this morning. God moves in a mysterious way എന്ന് ആരംഭിക്കുന്ന ഒരു ഇംഗ്ലീഷ് ഗാനം ഇംഗ്ലീഷുകാരുടെ ഇടയിൽ പാടുന്നുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു ഗാനമാണ്. അത് എഴുതിയത് വില്യം കൂപ്പർ എന്ന് പറയുന്ന ഒരു കവിയാണ്. The song God Moves in a Mysterious Way is a song that is sung among the English group, and that is written by William Cooper. വളരെ മിടുക്കനായ സമർത്ഥനായ സാഹിത്യകാരനായിരുന്ന ഈ വില്യം കൂപ്പർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ നിരാശനായി ഡിപ്രസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ 3 പ്രാവശ്യമെങ്കിലും ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുള്ള മനുഷ്യനാണ്. This man William Cooper, who had decided to commit suicide at least 3 times. 3ാമത്തെ പ്രാവശ്യം അദ്ദേഹം വീട് വിട്ട് അർദ്ധരാത്രിയിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. ഒരു കുതിരവണ്ടി വിളിച്ചു. കുതിരവണ്ടിയിൽ താൻ സവാരി ചെയ്തിട്ട് അടുത്തുള്ള നദിയിൽ ചെന്ന് ചാടി മുങ്ങി മരിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. His plan on the 3rd attempt to commit suicide was to go on a horse and go to a river and jump into it and drown and die. കുതിരവണ്ടിക്കാരൻ അന്ന് രാത്രി 2-3 മണിക്കൂർ ഇദ്ദേഹം പറഞ്ഞ ആ തേംസ് നദിയുടെ തീരത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ 2-3 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ആ പോയിന്റിൽ എത്താൻ സാധിക്കാതെ അദ്ദേഹം മടങ്ങി വന്ന് നിർത്തിയിട്ട്, സ്നേഹിത സോറിയുണ്ട്, മൂടൽമഞ്ഞ് കാരണം എനിക്ക് എങ്ങും എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ആളിനെ ഇറക്കി വിട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു വിടുവാണെങ്കിലും. So this chariot rider who was taking William Cooper had to travel 2 or 3 hours to get to the Thames river, but because of heavy fog he wasn't able to get to the destination, and he said, I'm not able to get you there, please get off and leave. നിരാശനായി കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം നോക്കുമ്പോൾ
താൻ തൻ്റെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. താൻ എവിടെ നിന്ന് പുറപ്പെട്ടോ അതേ സ്ഥലത്താണ് വണ്ടി വന്ന് നിൽക്കുന്നത്. തൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഇറക്കിയിരിക്കുകയാണ്. അദ്ദേഹം വീടിനകത്ത് കയറിയിരുന്നിട്ട് കുത്തിക്കുറിച്ചു, God moves in a mysterious way. When he got off the chariot, he couldn't believe his eyes. He was in the same location at which he started, and he got back into his home and he penned this song, God moves mysteriously. എത്രയോ പ്രാവശ്യം നമ്മൾ നിരാശരായി തീർന്നിട്ടുണ്ട്. How many times have we been depressed? മതി എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. How many times have we said enough is enough? അടുത്ത സ്റ്റെപ്പ് ബുദ്ധിമുട്ട് എന്ന് വിചാരിച്ചിട്ടുണ്ട്. How many times have we said the next step is hard? മരിച്ചേക്കാമെന്ന് പോലും വിചാരിച്ചിട്ടുണ്ട്. Maybe even to die. അവിടെ നിന്നെല്ലാം നമ്മെ കൊണ്ടുവന്ന് ഇന്ന് നിങ്ങളും ഞാനും ഇരിക്കുന്ന ഈ സീറ്റിൽ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ആരുടെ കരമാണ് എന്നൊരു ക്വസ്റ്റ്യൻ എന്റെയും മുമ്പിൽ നിങ്ങളുടെയും മുമ്പിലുണ്ട്. There is a question in front of us: who brought you out of all of those situations and brought you to this point? ആട്ടിടയനായ ഒരു മനുഷ്യൻ രാജാവായി തീർന്നൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. I have read of a story who became a man who was a shepherd became a king. ഒരുപക്ഷെങ്കിൽ ദാവീദിന്റെ കഥയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. Maybe it is the story of David. അദ്ദേഹം കൊട്ടാരത്തിൽ വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ while he was living in the palace, എല്ലാ ദിവസവും രാവിലെ every morning ഒരു ചെറിയ മുറിയുടെ വാതിൽ തുറന്ന് he would open the door to a small room. ഒരു ആ മുറിയിലേക്ക് പ്രവേശിച്ച് പഴയ പെട്ടി തുറന്നിട്ട് കുറെ നേരം അവിടെ ധ്യാനിച്ചെങ്ങനെ ഇരിക്കും. He would open the room and open a small old suitcase and would meditate. ചിലരൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. Some of us have paid attention. എല്ലാ ദിവസവും താൻ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. He would begin this day every day. ആ ചെറിയ മുറിയിൽ പഴയ പെട്ടി തുറന്ന് അതിലേക്ക് കുറെ നേരം ഇങ്ങനെ ധ്യാനിച്ചേയിരിക്കും. He would open that small room, small suitcase, small box, and he would meditate. ആ പെട്ടിക്കകത്ത് താൻ പണ്ട് ആട്ടിടയനായിരുന്നപ്പോൾ ധരിച്ചിരുന്ന ആ പഴയ വസ്ത്രം അതിന്റെ മണത്തോടുകൂടെ സ്മെല്ലോടുകൂടി അവിടെ ഇരിപ്പുണ്ട്. അത് ശകലം സ്മെല്ല് ചെയ്ത് ഈ ആട്ടിടയ വേഷത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന ഈ യാത്രയെക്കുറിച്ചുള്ള ധ്യാനമാണ് താൻ നടത്തിക്കൊണ്ടിരുന്നത്. What he was doing is that he would sit in front of that open suitcase, essentially smelling the old clothing of the shepherd boy, to recollect the fact, the journey that he took from being a shepherd to the ഞാൻ palace. പലപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാം. Let me share with you something that I often do. പലപ്പോഴും തനിയെ ഇരിക്കുമ്പോൾ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തെക്കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. While I am alone, I think about the times in which I was born and raised. കോട്ടയത്ത് കഞ്ഞിക്കുഴി റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു പഴയ വീട്ടിൽ റെന്റഡ് വീട്ടിലാണ് ഞാൻ ജനിച്ചത്. I was born in a rented home in the area of Kanyikuri in Kottayam. അത് കഴിഞ്ഞ് ഞങ്ങൾ പാടിവണ്ണിൽ വന്ന് അവിടെ വാതിലും ജനലുകളും ഒന്നും ഇല്ലാത്തൊരു ചെറിയ വീട്ടിലാണ് താമസിച്ചത്. Then we came to Pardiman to live in a home with no doors or windows. അതെ, കേരളത്തിലും വടക്കേ ഇന്ത്യയിലും ഗൾഫിലും ഒക്കെ യാത്ര ചെയ്ത് വളരെ അവിചാരിതമായി ഇവിടെ അമേരിക്കയിൽ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചു. I was able to travel in Kerala, North India, in the Gulf, and unexpectedly reach here in the US. എനിക്ക് യോസഫിനോടും രൂത്തിനോടും അതുപോലെ ഈ വില്യം കൂപ്പറിനോടും ഒക്കെ ചേർന്ന് പറയാൻ കഴിയും, God moves in a mysterious way. I can join along with Ruth and Joseph and say that God does move in a mysterious way. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും തലകൾ വണക്കാൻ സാധിക്കും. Let us bow our heads. ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മൂവ് ചെയ്യുന്നുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും? How many of us can believe that God is moving in our lives? നിങ്ങൾ എത്തിച്ചേരേണ്ടുന്ന സ്ഥാനത്ത് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. ഒരുപക്ഷെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഫീൽഡിലായിരിക്കും. നിങ്ങളെ ഫീൽഡിൽ നിന്ന് ഫ്ലോറിലേക്കും നിങ്ങളെ ഫ്ലോറിൽ നിന്ന് ഫാമിലിയിലേക്കും കൊണ്ടുപോകാൻ കഴിയുന്ന ആ വലിയൊരു യാത്രയിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ യാത്ര നിയന്ത്രിക്കുന്നത് നയോമിയല്ല, ഈ ലോകത്തിൽ മറ്റാരുമല്ല. ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച് ഈ പ്രപഞ്ചത്തിന്റെ സ്റ്റിയറിംഗ് പിടിക്കുന്ന ആ സ്വർഗത്തിന്റെ അധിപനാണ്, പ്രപഞ്ചത്തിന്റെ അധിപനാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്ന സത്യം ഇന്ന് പകൽക്കാലം നമ്മൾ അറിയട്ടെ. Maybe you think that you're not going to the destination, to the point that you want to go. Hallelujah. But I want to remind you of the journey that Ruth has taken from the field to the floor to the family, and that is the same God that is orchestrating our lives to get to the point that He wants us to get to. മോബാബിൽ നിന്നും ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ക്ഷീണതയായി രൂത്ത് പലയിടങ്ങളിലും അത് ഇരുന്ന് കാണും, ദാഹിച്ചു കാണും, വിശന്ന് കാണും. ആ വിധവയോടുള്ള യാത്രയിൽ അവൾ എത്രയോ ബുദ്ധിമുട്ടി കാണും. രൂത്തെ, നീ എത്തിച്ചേരേണ്ടിടത്ത് എത്തിച്ചേർന്നിട്ടില്ല. നിന്നെ നിയന്ത്രിക്കുന്ന, മിസ്റ്റീരിയസ് ആയി നിന്റെ ജീവിതത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്.
Praise the Lord. Certainly Ruth could have been tired at many times of the journey from Moab to Bethlehem with Naomi. Hallelujah. But even at those times, she was reminded of the fact that God is taking you to a point and he does it mysteriously. അല്ലയോ രൂത്തേ, നീ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇതാണ് അവസാനം എന്ന് വിചാരിക്കേണ്ട. ഇതിനപ്പുറത്ത് നീ ഫ്ലോറിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഫ്ലോറും നിന്റെ അവസാനം എന്ന് വിചാരിക്കേണ്ട. നീ ഒരു ഫാമിലിയിൽ എത്തിച്ചേരാൻ പോവുകയാണ്. അതും നിന്റെ അവസാനമല്ല. നീ ദാവീദിന്റെ വല്യമ്മയായി തീരുവാൻ പോവുകയാണ്. യേശുവിന്റെ വലിയ മുത്തശ്ശിയായി തീരുവാൻ പോവുകയാണ്. നിന്നെ നിയന്ത്രിക്കുന്ന അദൃശ്യമായ ഒരു കരമാണ് നിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിന്റെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളതായ നടത്തിപ്പിൻ കീഴിലാണ് നീ. Certainly when you're on Hallelujah. The field, Ruth may have thought that is the end, or you may think that is the end, but understand Hallelujah. The field is not the end, the floor is not the end, the family is not the end, even the family is not the end. In fact, you will be in the lineage of David and Jesus. God moves mysteriously. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായിരിക്കുന്ന വ്യക്തികളോട് വരെ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ളത്, ദൈവം നിങ്ങളെ എത്തേണ്ടുന്ന സ്ഥാനത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളെ എത്തേണ്ടുന്ന സ്ഥാനത്ത് എത്തിച്ചിരിക്കും. God moves in a very, very mysterious way. I want to remind the youngest person to the Hallelujah. Oldest that do not be depressed or discouraged, that God is moving you from point to point to the very point, the final point that you need to get to, and he does it mysteriously. അഡ്മിഷന് വേണ്ടി, കോളേജ് അഡ്മിഷന് വേണ്ടി, സ്കൂൾ അഡ്മിഷന് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി ഇന്ന് നിങ്ങൾ തത്രപ്പെടുന്നുണ്ടായിരിക്കും, വേദനിക്കുന്നുണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ മാർക്കുമായി ജീവിക്കുന്നുണ്ടാവും. പക്ഷേ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്, നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് മനുഷ്യരാരുമല്ല, ഈ ലോകത്തിന്റെ അധിപനായിരിക്കുന്ന സർവശക്തനായ ദൈവമാണ്. Maybe you are in dire straits trying to think of an admission, a job, an application, whatever opportunity you open up. I want to remind you this morning that it is not man that controls your destiny, it is God himself. സ്വർഗ്ഗസ്ഥ പിതാവേ, Father God, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. we worship you. ദൂരസ്ഥലത്ത് നിന്ന് വയലിലേക്കും, വയലിൽ നിന്ന് കളത്തിലേക്കും, കളത്തിൽ നിന്ന് വീട്ടിലേക്കും രൂത്തിനെ നയിച്ചതുപോലെ, as you have led Ruth from the faraway land to the field, to the floor, and to the family, അങ്ങ് അടിയങ്ങളെ നയിച്ചാലും, please lead us. ഞങ്ങളുടെ സഭാ കുടുംബത്തെ നയിച്ചാലും, please lead our church family. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളെ നയിച്ചാലും, please lead our dear little ones. അടിയനെ നയിച്ചാലും, please lead me. അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. Let your will be done. യേശു മൂലം പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. In Jesus' name I pray. ദൈവം